പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. സിനിമാ നടൻ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ നേതാക്കൾ. രാഷ്ട്രീയം സിനിമയല്ല എന്ന ACC മുന്നംഗം വിജയൻ പൂക്കാടൻ. കോൺഗ്രസുകാരനായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കണ്ണൻ ഗോപിനാഥൻ, സന്ദീപ് വാര്യർ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ എന്നിവരുടെ പേരുകളായിരുന്നു ആദ്യഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായി ഉയർന്നിരുന്നത്. എന്നാൽ ഷാഫി പറമ്പിലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ പേരുകളൊക്കെ വെട്ടിയാണ് സിനിമാ നടൻ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ നീക്കത്തിൽ കടുത്ത അതൃപ്തിയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയം സിനിമയല്ല എന്ന് മുൻ AICC അംഗം വിജയൻ പൂക്കാടൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രവർത്തകർക്കും ജനങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടിച്ചെന്ന് സമീപിക്കുവാനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുവാനും കഴിയുന്ന ഒരു MLA ആണ് പാലക്കാടിന് ആവശ്യം. മഹാനായ സിനിമാക്കാരൻ രാമു കാര്യാട്ട് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത് വെറും 14,000 വോട്ടാണ്. സത്യൻ, പ്രേം നസീർ, ഷീല, രാഗിണി, അടൂർ ബാസി എന്നീ സിനിമയിലെ എല്ലാ നടീനടന്മാരും പ്രവർത്തകരും പങ്കെടുത്ത പടുകൂറ്റൻ റാലികളും പൊതുയോഗങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തുകയും 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുകയുമൊക്കെ ചെയ്തിരുന്നുവെങ്കിലും തോൽവിയായിരുന്നു ഫലം. അതുകൊണ്ട് പാലക്കാട് മണ്ഡലം നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പ്രവർത്തകരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കണമെന്ന് വിജയൻ പൂക്കാടൻ പറയുന്നു. രാഹുൽ മാങ്കൂട്ടം ജയിക്കുവാൻ കാരണം രാഹുൽ KSU, യൂത്ത് കോൺഗ്രസ് എന്നിവിടങ്ങളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് കോൺഗ്രസുകാരുടെ ഇടയിൽ വലിയ അംഗീകാരം നേടിയ ആളായതുകൊണ്ടാണ്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ സംസ്ഥാന തലത്തിൽ അംഗീകാരമുള്ളവരും അറിയപ്പെടുന്നവരുമായിരിക്കണം, അല്ലെങ്കിൽ BJPക്കായിരിക്കും ഗുണം കിട്ടുക എന്നും മുൻ AICC അംഗം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാടിനു പുറമെ മലമ്പുഴ, ഒറ്റപ്പാലം, തൃത്താല എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ പോരാണ് നടക്കുന്നത്. ജനം, പാലക്കാട്.